ഹായ് ഫ്രണ്ട്സ്, സോഫിയസ് ഹോംലി ടിപ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ഓട്സ് കൊണ്ടുള്ളൊരു കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമുക്ക് തയ്യാറാക്കാം. അതിനായി ഒരു ഗ്ലാസ് ഓട്സാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അതൊരു ബൗളിലിട്ടിട്ട് 1.5 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കും. അടച്ചു വെച്ച് 20 മിനിറ്റ് നമ്മൾ അന്ന് അടച്ചു വെച്ച്. 1 ഗ്ലാസ് പഞ്ചസാര നല്ലതുപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നെയ്യ്, ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത കൂട്ടിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പതപ്പിച്ചെടുക്കും. പഞ്ചസാര നെയ്യും മുട്ടയും അടിച്ച് നല്ല പതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ്, മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവ് കുറേശ്ശെ ഇട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഓട്സ് നമ്മളൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതിലോട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്കൊന്നിടാം. കട്ടിയായിട്ടുണ്ട്. നമുക്ക് അല്പം ഒന്ന് പാലൊഴിച്ച് ഒന്ന് ലൂസാക്കാം. ചെറിയ ചൂടിലാണ് പാലൊഴിക്കേണ്ടത്, തണുത്തതല്ല. ഒന്ന് ചൂടാക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കാൽ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് പകർന്ന് പാത്രത്തിന്റെ 3/4 ഭാഗം അത് ഒഴിച്ചാൽ മതി. ഇതൊന്ന് പൊങ്ങി വരും. ഇതിന്റെ മേളിലേക്ക് അണ്ടിപ്പരിപ്പ്, സാധാരണ കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. 20 മിനിറ്റ് അടച്ചു വെച്ച് വെയിറ്റ് ഇടാതെ നമ്മൾ തീ കുറച്ച് വെച്ച് വേവിക്കേണ്ടതാണ്. അത് ഓവൻ ഇല്ലാതെ വയ്ക്കുന്നതാണ്. ഓവൻ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റും. ഓവനിലാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് വയ്ക്കാവുന്നതാണ്. കുക്കർ വയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കരുത്. ഉപ്പിട്ടതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് റിങ് വെച്ച് അതിൻ്റെ മേളിലൊരു പാത്രത്തിലാണ് ഈ മാവ് ഒഴിച്ച് വയ്ക്കേണ്ടത്. ഓട്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളത് പരീക്ഷിച്ച് നോക്കണം. നല്ലതുപോലെ റെഡി ആയിട്ട് നമ്മൾ ഓവൻ ചെയ്തതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.